യുദ്ധമാണ്. യുദ്ധം എന്ന് കേൾക്കുമ്പോഴേ ഇങ്ങനെ പേടിച്ചോടുന്ന എന്തിനാ രാജൻ? താൻ ഒറ്റ കാരണമാണ് ഈ യുദ്ധം ഇപ്പോൾ ഉണ്ടായത്. ആനന്ദോ ഇത് എടാ, സന്ധി സംഭാഷണത്തിന് ഞാനും ശത്രുരാജാവും കൂടെ കുതിരപ്പുറത്ത് വന്ന് മുഖാമുഖം നോക്കി സന്ധിയിൽ ഏർപ്പെട്ടപ്പോൾ താൻ എന്തുവാണോ ചെയ്തത്? ഞാൻ എന്തോ ചെയ്യാനാ? ഈ സമാധാനത്തിന്റെ നിറം എന്തുവാ? വെള്ളയല്ലയോ? അത് കാണിച്ചതാണോ ഇത്ര വലിയ കുറ്റം? ഈ വെള്ള ഞാൻ ഈ ഇട്ടിരുന്ന ഡ്രസ്സിന്റെ അടിയിലായി പോയി. അത് ഇത്ര വലിയ തെറ്റാണോ? എന്നാലും ശത്രു രാജാവിനെ തുണി പൊക്കി കാണിക്കാൻ സമ്മതിക്കരുത് കേട്ടോ. ഞാനെ തുണി ഒന്നും പൊക്കി കാണിച്ചില്ല. ഇല്ലേ? ഇല്ല. മന്ത്രി എന്തോ ഇതെന്താ അടിപ്പാവാട കൊടുത്തോണ്ട് വന്നിരിക്കുന്നത്? എനിക്ക് അടിപ്പാവാടെങ്കിലും ഉണ്ട്. രാജഗുരു ഓടിയത് ഒരു കീറിയ നൈറ്റ് കിട്ടോണ്ടാ. അയ്യോ, സത്യം പറയണം, നിങ്ങൾ രണ്ടുപേരും ഏത് യുദ്ധത്തിനാ പോയത്? അതാണോ ഇവിടുത്തെ പ്രശ്നം? എന്റെ പൊന്നു രാജൻ, ആരോ വരുന്നു. ആര് വന്നാലും കയറിയിരിക്കാൻ പറയൂ. എന്റെ പൊന്നിനെ ഇറക്കാൻ ഇങ്ങോട്ട് മാറി അമ്പ് കുത്തി ചാവുന്ന. എടോ, ഞാനൊരു രാജാവാണോ? അതിന് എന്നെ കയറിയാണോ ഏതാന്ന് വിളിക്കുന്നത്? രാജാവാന്ന് തോന്നണ്ടേ? ഇത് തോന്നുന്നില്ലേ? ഭയങ്കര തോൽവിയാ നിങ്ങള്. ദൈവമേ, എന്നാലും ഇത്രയും ലുക്കില്ലാത്ത എന്നെ എന്തിനു രാജാവാക്കി? എന്റെ അമ്മായിപ്പ മഹാരാജാവ് പ്രത്യേകം പറഞ്ഞതാ, ഈ രാജാപ്പണി വേണ്ട, രാജാപ്പണി വേണ്ട, രാജാപ്പണി വേണ്ട. കുണ്ഠിതപ്പെടാതിരിക്കൂ രാജൻ, കുണ്ഠിതപ്പെടാതിരിക്കൂ. അത് ഞാനല്ലേ പറയേണ്ടത്? എന്ത് ഈ പറഞ്ഞ സാധനം രാജൻ, രാജൻ, ശത്രു സൈന്യം ഇരച്ചു കയറി വരുന്നു. എന്തെങ്കിലും ചെയ്യൂ. ഈ പൊന്നുകുട്ട മഹാരാജാവ് ഇവിടെ ഉള്ളപ്പോൾ എന്റെ നെഞ്ചത്ത് അവിടെ തന്നെ തൊടാൻ പോലും കിട്ടില്ല. ഇത് സത്യം, സത്യം, സത്യം. ഇയാള് സത്യം ചെയ്യാൻ എന്റെ ചോര എന്തിനാണോ എടുത്ത് തൂത്തത്? അയ്യോ, എനിക്ക് ചോരയില്ലടോ. ഞാൻ അതിലല്ലേ മാർദള കഴിക്കുന്നത്. എനിക്ക് കൗണ്ട് കുറവാണ്. കൗണ്ട് കുറവോ? കൗണ്ട് കുറഞ്ഞാലും വേണ്ടിയില്ല, കൗണ്ടർ കുറയാതിരുന്നാ മതി. രാജൻ, എന്തെങ്കിലും ഒന്ന് ചെയ്യൂ, എനിക്ക് പേടിയാകുന്നു. എന്തിനു പേടിക്കണം? വീരനും ധീരനും ശൂരനും പരാക്രമവും പറയണ്ടേ? അത്രയ്ക്കൊന്നുമില്ല. വേണ്ട, ചേരാത്തത് എന്തോ പറയുന്ന പോലുണ്ട്. എന്നാ വേറെ ചെറുതായിട്ടൊന്നും പറഞ്ഞാലോ? മാറ്റി പിടിച്ചു നോക്കിയേ. അയ്യോയ്, അമ്മച്ചി അന്നിന് പറഞ്ഞതാ യുദ്ധത്തിന് പൂണ്ട എന്നെ ഒറ്റയ്ക്കാക്കിട്ട് രാജൻ പോ. പിച്ചുക്കുട്ടൻ രാജാവേ, പിച്ചുക്കുട്ടൻ രാജാവേ, ഇവിടെ വന്ന് വിളിച്ചിരിക്കുകയാണ്. മന്ത്രിമാരും ഉണ്ടല്ലോ കൂട്ടിന്. അതെ, ഈ രാജാവിന്റെ ഉടുപ്പൊക്കെ ഇട്ടട്ടെ എന്റെ കൂടെ ഒരു പുള്ളി ഉണ്ടായിരുന്നേ. ആ പുള്ളിയെ കണ്ടായിരുന്നോ? ഇവിടെ വന്ന് വിളിച്ചിരിക്കുകയായിരുന്നോ? ഞാൻ പള്ളിയെ കാണിക്ക. അങ്ങനെയാണെങ്കിൽ നാളെ മുതൽ നമ്മൾ തമ്മിൽ ചുത്തം. ഇനി അങ്ങോട്ട് കയറിച്ചാല് അവര് വിചാരിക്കുന്നോണ്ടാ നമ്മുടെ രാജ്യം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതും കൂടി ഇല്ലാതാക്കല്ലേ. എന്നാ ഒരു കാര്യം ചെയ്യും, ആ ചുത്തം ക്യാൻസൽ. നിങ്ങളിവിടെ കുഞ്ഞു കളിച്ച് നിന്നിട്ടൊന്നും കാര്യമില്ല. ശത്രുരാജ്യത്തിന്റെ കയ്യിലെ പീരങ്കി ഉണ്ടെന്നാ കേട്ടത്. അത് കൊണ്ടുവന്നാ നിങ്ങളുടെ തല അതിനകത്ത് കയറ്റി വെച്ച് പൊട്ടിച്ച് ചെളറിച്ച് പിന്നെ വാക്കും. മനസാക്ഷിയില്ലാത്ത വർത്താനം പറയാതെ മന്ത്രി. എന്താ ചുത്തമെന്ന് കേട്ടപ്പോ തന്നെ പ്രഷറിന്റെ ഗുളിക നാക്കിന്റെ അടിയിലോട്ട് ഇരിക്കുന്നത് എന്റെ അടിക്ക് പീരങ്കി കൊണ്ട് തല പൊട്ടിത്തെറിക്ക് വന്ന് എല്ലാം മനസ്സിലാണോ? അപ്പൊ പേടിയുണ്ടേ? ചെറുതായിട്ട് പേടിയുണ്ടെന്ന് സമ്മതിച്ചേ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. നമ്മളിവിടെ ഇരിക്കുന്ന വിവരം പുറത്തൊരാളും അറിയാൻ പാടില്ല. ഒരു ശബ്ദം പോലും ഉണ്ടാക്കാതെ പരമ രഹസ്യമായിട്ട് ഇവിടെ നമുക്ക് യുദ്ധം കഴിയുന്നത് വരെ ഒളിച്ച് ഇരിക്കാം. അങ്ങനെ ഇവിടെ പമ്മിയിരിക്കാം. എന്തുവാ കാണിച്ചേ? പമ്മിയിരുന്നാടോ? രാജാതിരാജൻ രാജഗോപുരം ഉളവൈപ്പ് വാഴും തമ്പുരാൻ ഒളിച്ചിരിക്കുന്നിടത്തേക്ക് ഞാനിതാ എഴുന്നള്ളുന്നേ. അയ്യോ, അയ്യോ, രാജാവേ, രാജാവേ, രാജാവേ. ഒളിച്ചിരിക്കുന്ന വിവരം പെരുമ്പറ കൊട്ടി വിളിച്ചു പറയുന്ന ചേറ്റ. രാജാവേ. കല്ലും കെട്ട വല്ലതും കിട്ടുമോ? കല്ലും കെട്ട എന്തിനാ? ഒറ്റ അവനെ താഴെ ഇടാനാ. ഭയങ്കര ഉന്നാണെന്നല്ല ഒറ്റ ഇറക്കി താഴെ ഇടാനായിട്ട്. അമ്പും ബില്ലും എടുക്കാം. അമ്പും ബില്ലും എടുക്കാം. പിന്നെ ഞാൻ ശരിയാക്കൂടാ.
അതുകൊണ്ട് പറ്റുന്ന പണി ചെയ്യാണെന്ന്. ഇത് പിടിച്ചോ. ഓ ഒറ്റ ആളെ കൂട്ട. എനിക്ക് അതിന്റെ കീ അറിയാമെങ്കിൽ ഓഫ് ചെയ്തേ. എല്ലാം തുടങ്ങി വെക്കും. എന്നിട്ട് ഞാൻ ചെന്നത് വിളിച്ച ആളെ കൂട്ടാണ്. കൊല്ലുകൂടാ നമ്മളെ. പലത്തടവാ. പലത്തടവന്നോ? പണത്തലവാ. പുള്ളി പറഞ്ഞത് ശരിയാ. പണത്തലവനാണ് പുള്ളി പറഞ്ഞത് ശരിയാ. എന്ത്? നീ പലയിടത്തും പോയി തടവുന്നതായിട്ടൊരു റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നീ പല തടവൻ. മനസ്സിലായോ? എടാ നീ യുദ്ധത്തിന് പോണോ? ഇങ്ങോട്ട് വരാൻ. നിങ്ങൾ രണ്ടുപേരും ഒളിച്ചോടിയിട്ട് എന്റെ തല അവിടോട്ട് അറുത്തിടാനുള്ള പരിപാടിയല്ലേ നിങ്ങൾ? യുദ്ധം നടക്കുന്നത് അങ്ങോട്ട് ചെല്ലണം. എന്താണ് അങ്ങോട്ട്? അങ്ങോട്ട് യുദ്ധത്തിന് പോവാൻ. നീ ഈ ആഴ്ച എന്താണെന്നറിയോ? അങ്ങോട്ട് ഒരു കാര്യം ചെയ്യാം. എനിക്ക് രാജനോട് ചെറിയൊരു കാര്യം സംസാരിക്കാനുണ്ട്. എന്താണ്? നമുക്ക് ഈ യുദ്ധം ആ. അടുത്ത വെള്ളിയാഴ്ചത്തേക്ക് മാറ്റിയാലോ? അതെ, പുഞ്ചിരി ക്ലബിന്റെ വാർഷികമല്ല അവിടെ നടക്കുന്നത്. യുദ്ധമാണ്. എടോ, ഞാൻ അവിടെ മാനം മര്യാദയ്ക്ക് ഒരിടത്ത് പോയി സ്വസ്ഥമായിട്ടിരുന്ന് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. എങ്ങനെ? യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. ആ സമയത്ത് ശത്രു രാജ്യത്തുനിന്ന് ഒരുത്തൻ, ലീവിന് പോയ ഒരുത്തൻ എന്നെ വെട്ടാൻ വേണ്ടി വന്നു. ഞങ്ങള് രണ്ടുപേരും കൊലക്ക് കൊടുക്കുവോ നീ? അങ്ങനെ എന്നിട്ട് കാര്യമില്ല. നമ്മൾ എങ്ങനെയാലും രക്ഷപ്പെടണം. രാജാവ് ഒരുപാട് യുദ്ധത്തിന് പങ്കെടുത്തിട്ടുള്ള ആൾ അറിയാമോ? ഏത് യുദ്ധത്തിനേക്കാ? രാജാവിന് അറിയാം എന്തോ ചെയ്യാം. ഏത് യുദ്ധത്തിനൊക്കെ രാജാവ് പങ്കെടുത്തിരിക്കണത്? ടിപ്പുവിനെ അറിയാമോ? നമ്മുടെ പട്ടിയുടെ പേരല്ലേ ടിപ്പു? പിന്നെ തനിക്കത് പറയാൻ പറ്റും. അടുത്ത് വരുന്നുണ്ട്. ഒന്നുകൂടെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. റിവേഴ്സ് ചെയ്തു. അതെ അതെ അതെ, നോക്കൂ നോക്കൂ. അതേത് കഥയാണ്? ഞാൻ കേട്ടിട്ടില്ല. അതായത് ടിപ്പു സുൽത്താന്റെ കാര്യം ആ വേങ്ങാനോണ്ടിരിക്കും ഞാൻ പറഞ്ഞത്. പറ. അതായത് ടിപ്പു സുൽത്താൻ ഞാനും ഭയങ്കര കമ്പനി ആയിരുന്നു. ഞങ്ങൾ ഷെയർ ഇട്ട് ഓരോ സാധനം മേടിക്കും അടിക്കും. ആ അങ്ങനെ ഒരു ദിവസം ഷെയർ ഇട്ട് സാധനം മേടിച്ച് അടിച്ച് വാള് വെച്ച് ഈ പുള്ളി അങ്ങ് മറന്നുപോയെന്ന്. വാള് വെച്ചാൽ ആരും ഓർത്തിരിക്കാൻ എല്ലാരും മറക്കും. ആ വാളല്ലെന്ന്, യുദ്ധം ചെയ്യുന്ന വാള് വെച്ച് മറന്നെന്ന്. എന്നിട്ട് കഴിഞ്ഞിട്ട് പുള്ളിക്ക് ഒരു കൊച്ചു മാട്ട യുദ്ധം ഉണ്ടായിരുന്നു. പുള്ളി ഇവിടുന്ന് അവിടെ ചെന്നപ്പോ യുദ്ധസ്ഥലത്ത് ചെന്നപ്പോ തോപ്പുംപടി പാലത്തിന് താഴെ വെച്ചായിരുന്നു യുദ്ധം. പൊരിഞ്ഞ യുദ്ധമല്ലായിരുന്നോ? എന്നുവെച്ചാ പൊരിഞ്ഞ വെയിലത്ത് നിന്നല്ലേ യുദ്ധം ചെയ്യുന്നത്. സാധനം കിട്ടിയിരിക്കും. കിട്ടിയാ? എന്താണ്? പൊരിക്കച്ചവടക്കാരനല്ലേ ടിപ്പു? അടുക്കുന്നുണ്ടല്ലേ സാധനം? ശകലം കൂടെ എടുക്കാനുണ്ട്. ഒന്നുകൂടെ ഒന്ന് കറങ്ങിട്ട് വാ. ചെല്ലി ചെല്ലി ചെല്ലി. ആരാടാ ഇതൊക്കെ? അങ്ങനെ ഞാൻ ചെല്ലുമ്പോഴത്തേക്കിന് ശത്രു സൈന്യം ഞാൻ വെട്ടുവാണ്. അയ്യോ, അപ്പൊ ടിപ്പു ഇടത്തെ കൈ കൊണ്ട് എന്ന് പറഞ്ഞ് അങ്ങ് തടയുവാണ്. അങ്ങനെ തടഞ്ഞ് ഈ കൈ അങ്ങ് തീർന്നു പോയി. കൈ തീർന്നു പോയേ? അതായത് മുറിച്ചോണ്ട് പോയെന്ന്. ഓ ശരി ശരി. പിന്നെ ഞാൻ അങ്ങോട്ട് ചെന്നിട്ട് വാളിട്ട് കൊടുത്തു. ടിപ്പു പിടിക്കോ വെട്ടിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ടിപ്പു അവിടെ കിടന്ന് ഭയങ്കര പയറ്റായിരുന്നു. പയറ്റി അവസാനം എന്റെ പുറകെ നിന്ന് കുത്തി കൊല്ലുമായിരുന്നു ടിപ്പുവിനെ. എന്റെ അപ്പല്ലേ കട്ടപ്പല്ലേ പുറയുന്ന കുത്തിയെ? എടാ, ഏത് കഥയ്ക്ക് ഒരു എൻഡ് വേണ്ടേ? അതാ ഞാൻ പറഞ്ഞത് എന്റെ അപ്പ. സാധനം ബ്രെയിനിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. എന്താണ്? ശരിക്കും പറഞ്ഞ ബാഹുബലിയുടെ കഥ എഴുതിയ ആളല്ലേ ഈ ടിപ്പു? കറക്റ്റ് അടിപൊളി. ഇത്രയും മനോഹരമായ ഒരു ഉത്തരം പറഞ്ഞ സ്ഥിതിക്ക് വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാ ഇത് പിടിക്കൂ. എനിക്ക് വേണ്ട. എന്നാ ഇത് പിടിക്കൂ. ഇതെന്താ ഒരു പഴം? താൻ ഇവിടെ വന്ന് ഇതിൽ വളരെ വർത്താനം പറഞ്ഞിട്ട് ഞാൻ തനിക്ക് ഒരു പഴവും തന്നില്ല ആരും പറയരുത്. അതുകൊണ്ട് തന്നതാ. അയ്യോ രാജൻ, നമ്മുടെ രാജഗുരുവിന്റെ ചെവി അറുത്തിട്ടിരിക്കുന്നു ഇവിടെ. ഓ, ഇത് രാജഗുരുവിന്റെ ചെവിയൊന്നുമല്ല. ഇത് രാജഗുരുവിന്റെ ചെവിയാണിത്. കണ്ടോ? രാജഗുരുവിന്റെ ചെവിയുടെ പുറകില് ഒരു കുറ്റിവീട് കാണും എപ്പോഴും. ചെവി ഇത്. തുടരുതും. ഇത് ശത്രുരാജ്യത്തിലെ സൈന്യൻ അവര് നമ്മുടെ രഹസ്യം അടിച്ചു മാറ്റാനായിട്ട് വിളിച്ചിട്ടിരിക്കുന്നതാണ്. സുഹൃത്തേ, ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടോട്ടെ. ഞങ്ങളുടെ രാജാവെന്ന് പറഞ്ഞാൽ വീര ശൂര പരാക്രമി ആണ്. അതുകൊണ്ട് ഞങ്ങൾ ഒന്ന് രക്ഷപ്പെട്ടോട്ടെ. ഈ ചെവി നുള്ളിക്കോടാ. ഈ ചെവി നോക്കടാ. മരപ്പാട്ടി കൂട്ട്. അപ്പൊ ഞാൻ ഇന്നും മരപ്പട്ടിയാണോ? മരപ്പട്ടിയാ? അയ്യോ, ഞാൻ ഇന്ന് മരപ്പട്ടിയാണ്. ഞാൻ ഇന്ന് ഈനാൻ വെച്ച്. അത് പറ്റില്ല. അയ്യോ, ഇന്ന് ഞാൻ ഈനാൻ വെച്ച്. ഞാനാണ് ഈനാൻ. കാല് പിടിക്കാം. ഇന്ന് ഈനാൻ വെച്ച്. ഓക്കെ, ഉച്ചവരെ ഈനാൻ വെച്ച്. രാജൻ, ഒരു മെസ്സേജ്. ഒരു സെക്കൻഡ്. എന്താ? ഒരു മിനിറ്റ്. എന്താ രാജൻ? ശത്രു സൈന്യം മെസ്സേജ് അയച്ചിരിക്കുന്നെന്ന് തോന്നുന്നു. എന്താ നോക്കട്ടെ, താമസം ഉണ്ടതാ. അയ്യത്
രാജനുള്ള സ്ഥലം കണ്ടുപിടിച്ചിരിക്കുന്നു. എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരുമെന്ന്. ആണോ? അങ്ങനെങ്കിൽ തിരിച്ചങ്ങോട്ടൊരു മെസ്സേജ് അയക്കൂ. എന്ത് മെസ്സേജ് സെൻഡിങ് ഫെയിൽഡ് എന്ന്. അതെന്തിനാ? അവര് മനസ്സിലാക്കട്ടോ നമ്മൾ ഈ മെസ്സേജ് കണ്ടിട്ടേ. എന്തൊരു അത് അങ്ങനൊന്നും പറ്റത്തില്ല രാജ. ഇപ്പൊ അയച്ചേക്കുന്ന മെസ്സേജ് എന്താന്ന് കണ്ടോ? എന്താണ്? ഇവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യം നിങ്ങളുടെ രാജാവിന്റെ തല അറക്കുന്നതെന്ന്. അങ്ങനെയാണെങ്കിൽ ഒരു കളി കളിക്കാൻ നമുക്ക്. എന്ത് കളിയാ? ഇന്നു മുതൽ ക്യാരക്ടർ ചേഞ്ച്. എന്ത്? ഇന്നു മുതൽ താനാണ് രാജാവ്, ഞാൻ മന്ത്രി. ഞാനാണോ രാജാവ്? അതെ അതെ. ഇന്നല്ലടാ നീ ടെസ്റ്റ് എടുത്ത് കേറിയതല്ലടാ നീ. രാജാവാണ് രാജാവ്. അങ്ങനെയാണ് ഒരു കാര്യമുണ്ട്. രാജ്ഞിയും എനിക്കാണേ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. പകല് മൊത്തം നീ രാജാവ്, രാത്രി ശേഷം ഞാൻ രാജാവ്. രക്ഷപ്പെടാൻ എന്ത് ചെയ്യും രാജന്? എന്തെങ്കിലും ഒരു മാർഗമില്ലെങ്കിൽ രക്ഷപ്പെടില്ല. ഇവിടെ കിടന്ന് അച്ചറ പുച്ചറ വെടി കൊണ്ട് നമ്മൾ ചാകും. കിട്ടി. രക്ഷപ്പെടണമെങ്കിൽ മാപ്പ് വേണം. പ്രിയമുള്ള മന്ത്രി, ബഹുമാനപ്പെട്ട പടനായക, നിങ്ങളോട് കഴിഞ്ഞ കാലയളവിൽ നാം എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ക്ഷമിക്കുമാറാകണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. മാപ്പ് മാപ്പ് മാപ്പ്. മറ്റേ നമ്മുടെ രാജ്യത്തിന്റെ മറ്റേ മാപ്പില് അത് വേണോന്നാ? അത് വേണം. എന്നെ സഞ്ചിയിലുണ്ട്. ഒരു മിനിറ്റ്. അല്ല സഞ്ചിയിൽ ഇതിന് മാത്രം കൊണ്ട് ഒളിപ്പിച്ച് വെക്കണം. ഇവിടെ കൊണ്ടുവന്ന് വെക്കണോ? മനുഷ്യന് ഡ്രം സെറ്റ് അടിച്ചിട്ട് പാടില്ല. ദൈവമേ, എന്താണ് എന്താണ്? ബാബാ സുരേഷിനെ വിളിക്കാൻ വല്ല വഴിയുണ്ടോ? എന്തിനാ? ശത്രു സൈന്യം നമ്മുടെ രാജ്യത്ത് മൊത്തം പാമ്പിനെ ഇറക്കിയിരിക്കുന്നു. ഇവിടെ പാമ്പിന്റെ പണം കൊണ്ടുവന്ന് വെച്ചിട്ടാണ് ബാബാ സുരേഷ വിളിക്കുന്നത്. ബാബാ സുരേഷ് എന്താണ് നിന്റെ കളിപ്പാമ്പയാണ്? തെറ്റിപ്പോയി. മാപ്പ് ഓടുന്ന വഴിക്ക് മാപ്പ് കൊണ്ടുവരാൻ ഏനെയും പാമ്പും കൊണ്ടുവന്നില്ല. ഇതിനെപ്പോ യുദ്ധത്തിന് പോയാ മതിയായിരുന്നു. ഇതാണ് നമ്മുടെ രാജ്യത്തിന്റെ മാപ്പ്. ഇരുന്നാട്ട്. ഈ കറുത്ത കുത്താണ് നമ്മുടെ രാജ്യം. അയ്യോടാ, കറുത്തു പോയല്ലോ. ഈ കറുത്ത കുത്താണ് അയൽ രാജ്യം. അപ്പോഴേ ഈ വെളുപ്പും കറുപ്പും കാണുന്ന അത് ഏത് രാജ്യമാ? അത് രാജ്യമല്ല, അത് പല്ലിക്കാട്ടം. കണ്ട കാട്ടത്തിന്റെ പുറയൊക്കെ പോന്ന് രാജൻ ഇങ്ങോട്ട് വന്നേ. ഇത് നമ്മുടെ രാജ്യത്തിന്റെ മാപ്പാകുന്നല്ലോ. അപ്പോൾ രാജൻ ഇവിടെയാണ് ഇരിക്കുന്നത്. അതെന്നാ വർത്താനം വേണം? ഞാനിപ്പോ ഇവിടെ അല്ല ഇരിക്കുന്നത്, പിന്നെ ഞാൻ അവിടെ കയറിയിരിക്കും. ലോജിക്ക് വേണ്ടോ? ലോജിക്ക് ആലോചിച്ച് നോക്ക്. ആലോചിക്ക. രാജ, ഇത് മാപ്പാണല്ലോ. ആണല്ലോ. രാജൻ അവിടെ ഇരിക്കുകയാണല്ലോ. ആണല്ലോ. നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ടല്ലോ. ആണെന്നേ. ഇതിന്റെയൊക്കെ മൊത്തത്തിലുള്ള ഒരു രൂപരേഖ അല്ലേ ഇത്? ആദ്യം താൻ പറഞ്ഞു ഇത് മാപ്പാണ്, ഇപ്പൊ പറയാ രൂപരേഖയാണ്. ഞാൻ പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞ കൃത്യമായിട്ട് കിട്ടുന്നില്ല. അതായത് രാജൻ ഇപ്പോ അവിടെ ഇരിക്കുകയാണല്ലോ. ആണല്ലോ. പിന്നെ എങ്ങനെ രാജൻ ഇവിടെ വന്നിരിക്കും? അല്ല, അതല്ല ഞാൻ കൃത്യമായിട്ട് പറഞ്ഞത്. എന്താണോ? എല്ലാം പോട്ടെ. ഇത് കണ്ടോ? ഇതാണ് ഹിമഗിരി നിരകൾ. പൊൻകുടികളിൽ ഉയരും ഹിമകര സന്ധ്യാരംഗമുണർന്നു. തുന്തുവിതൻ തരളമാ സന്ധ്യകളിൽ ഇതെല്ലാരും പടമാവാനുള്ള പോക്കാ നിങ്ങൾ കാണിച്ചു. ഞങ്ങളെ കൊലയ്ക്ക് കൊടുക്കോടോ തന്നെ. പിന്നെ രാജാവിന് പാടാം, എനിക്കും പാടാം. ഞാനൊരു കാര്യം പറഞ്ഞു. അതും പോട്ടെ. ഈ കാണുന്നത് കണ്ടോ? ഇതാണ് ദേവദാസി ശീലയുടെ വീട്. എങ്ങനെ? ദേവദാസി ശീലയുടെ വീട് ഇവിടെ ആകുന്നു. ഇത്ര അടുത്തായിരുന്നല്ലേ? ഒരു ചൊട്ട ഞാൻ എവിടെയൊക്കെ കറങ്ങിയെന്നറിയാം. പോലെ അടിക്കുന്ന പോലെയാണ് ഞാൻ കിടന്ന് കറങ്ങിക്കൊണ്ടിരുന്നത്. ഇത്രയും ദൂരമുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. ഇത് എങ്ങോട്ടാണ് താൻ അടുത്ത പറയുള്ളൂ. പോട്ടെ. ഇത് കണ്ടോ? അതും പോട്ടെ, വിട്. ഇതാണ് നമ്മുടെ രാജ്യത്തിന്റെ കവാടം. ഇവിടെയാണ് കവാടം. ഈ കവാടം വഴിയാണ് ഇപ്പൊ ശത്രു സൈന്യം എരച്ചു കയറി ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുന്നത് കേട്ടോ. ആണോ? ഞെരിച്ചു കൊല്ലുന്നു. അങ്ങനെ നമുക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ വഴികളും അതിനകത്ത് വരച്ചിട്ടുണ്ടായിരുന്നടാ പാട്ടി. പക്ഷെ നമ്മുടെ കൊട്ടാരം സേഫാ കേട്ടോ. നീ എന്തിനാണോ കരയുന്നത്?
ദൈവമേ, എന്തുവാണ് വലിക്കാതെ? നമ്മുടെ നർത്തകിമാരുടെ വീട് എവിടെയാണ്? അയ്യോ, പൊളിച്ച് കളഞ്ഞ. പോട്ടെ, ഈ യുദ്ധം ഒഴിവാക്കാൻ ഇനി എന്താ ചെയ്യാൻ പറ്റും? ഈ യുദ്ധം ഒഴിവാക്കാൻ ഓക്കെ, ദ കൺക്ലൂഷൻ. അറിയത്തില്ല, വേറെ സാധനം അത്. പറയൂ. അതായത് ഈ യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ അവർ പറഞ്ഞതനുസരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് എടുത്തോണ്ട് പോവുകയോ നമ്മൾ അങ്ങോട്ട് കൊണ്ട് കൊടുക്കുകയോ ചെയ്യണം. അത് നമ്മുടെ മനോധർമ്മം അനുസരിച്ച് ചെയ്യുന്നതാണ് നല്ലത്. കാരണം അങ്ങോട്ട് തന്നെ കൊണ്ട് കൊടുക്കണം, അതാണല്ലോ ഒരു മാന്യത. അതാണല്ലോ ഇത്. അപ്പൊ അങ്ങനെ തന്നെ ചെയ്യാം. അതാണ് വേണ്ടത്. ശരി. ആട്ടെ, എന്തുകൊണ്ട് കൊടുക്കുന്ന കാര്യമാണ് പറഞ്ഞത്? രാജാവിന്റെ തല. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.